അലക്കുന്ന അല്ലെങ്കിൽ പാത്രം കൊടുക്കുന്ന സെപ്പാണെങ്കിലും അവർ തേക്കും. രാവിലെ വേറൊന്ന് രാത്രി വേറൊന്ന് ഇതൊക്കെ തേച്ചിട്ടും വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അതൊക്കെ കാണുമ്പോൾ ചെറിയ രസമൊക്കെ ഉള്ളിലുണ്ട്. വെയിറ്റ് അത്ര എക്സൈറ്റ്മെന്റ് വേണ്ട. ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുള്ളൂ. ഒന്നല്ല രണ്ടല്ല, ഇനിയിപ്പോൾ 10 ലെയർ സൺസ്ക്രീൻ ഇട്ട് പോയാലും എൻ്റെ മുഖത്ത് സൺടാൻ വരും. അത് എൻ്റെ സ്കിന്നിൻ്റെ മാത്രമുള്ള പ്രത്യേകതയാണ് കേട്ടോ. അതിന് മറിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കിന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് പാത്രം കഴുകുന്ന സോപ്പ് വെച്ചിട്ട് പോലും മുഖം കഴുകിയാലും ഒരു പിമ്പിൾ വരില്ല, ഒരു സൺടാൻ എന്ന് പറയുന്നൊരു പരിപാടിയില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ പല റീൽസിലും അങ്ങനത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കോമൺ വൈഫ് ആൻഡ് ഹസ്ബൻഡിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമ്മൾ ഈ പല കണ്ടകുടാജി സാധനങ്ങളും തേക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വേണ്ടേ. എന്നോടാണെങ്കിൽ എപ്പോഴും പറയും ചെയ്യും, എന്താണെന്നറിയോ, നീ ഇങ്ങനെ ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങനെയല്ലേ മുഖം, പിമ്പിളല്ലേ, അത് ഇതെന്ന്. വിടില്ല. അവരുടെയൊക്കെ സ്കിൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്കിൻ കെയർ ആയിരിക്കും. എന്ത് സ്കിൻ കെയർ? അലക്കുന്ന അല്ലെങ്കിൽ പാത്രം കൊടുക്കുന്ന സെപ്പാണെങ്കിലും അവർ തേക്കും. പിന്നെ രാത്രി മുഖം കഴുകി നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഫേസ് വാഷ്, രാത്രി ആയാലും വേറൊരു ഫേസ് വാഷ്, അതിന് പുറകെ വേറെ മോയ്സ്ചറൈസർ, രാവിലെ വേറൊന്ന് രാത്രി വേറൊന്ന് ഇതൊക്കെ തേച്ചിട്ടും വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അതൊക്കെ കാണുമ്പോൾ ചെറിയ രസമൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ ഇന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ അതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ റിവ്യൂ ഒക്കെ 1-2 കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. സൺ ടാൻ കുറയ്ക്കും, അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യും എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് പീൽ ഓഫ് മാസ്ക് ആണ്. നമുക്ക് ഇതിങ്ങനെ പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കിനും ഇത് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ പൊളിച്ചെടുക്കാം. എനിക്ക് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് പിമ്പിൾസിൻ്റെ സൈഡിൽ എത്തുമ്പോൾ ചെറിയൊരു വേദനയുണ്ട്. ഇത് വെയിറ്റ് അത്ര എക്സൈറ്റ്മെൻറ്റ് വേണ്ട. ശരിക്കും മാറ്റമുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് കുറച്ചെടുക്കട്ടെ. അങ്ങനെ എവിടെയും കൂടിയൊക്കെ കിട്ടാനുള്ളൂ. അതിൻ്റെ കൂടെ പോകണം. ഇവിടെ ഞാൻ സ്വെറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ അത്ര ഡ്രൈ ആയിട്ടില്ല. ഇവിടെ അത് വെറ്റായിട്ട് തന്നെ കിടക്കണം. ഗൈസ് നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ സാധനം വെറുതെ അല്ല. ആ ഒരു ഒന്ന് ക്ലിയറായി, ഒരു ടോൺ ഇൻക്രീസ് ആയ പോലെ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തോന്നലാണോ എന്നറിയില്ല. ഞാൻ എന്തായാലും മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തു. ഡിഫറൻസ് ഇല്ലേ? എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധനം വർക്കിംഗ് ആണ്. ഒരു മിനിറ്റ് ഞാൻ വെയിലത്ത് നിന്നോട് കാണിച്ചു തരാം. ഇത് നോക്കിയേ, അടിപൊളി, കൊള്ളാം. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്തു, ഞാൻ ഡയറക്റ്റ് DM ചെയ്യാം. ഓക്കെ.